Python programming. Dear students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രാക്ടിക്കൽ ലാബ് പ്രോഗ്രാംസ് ആണ്. അതിൽ നോക്കാം ഇന്നത്തെ പ്രോഗ്രാം റൈറ്റ് എ ഫംഗ്ഷൻ റിവേഴ്സ് ടു റിവേഴ്സ് എ ലിസ്റ്റ് വിത്തൗട്ട് യൂസിങ് റിവേഴ്സ് ഫംഗ്ഷൻ. നമ്മൾ ലിസ്റ്റ് തന്നിട്ടുണ്ടായിരിക്കും, ആ ലിസ്റ്റിനകത്തെ വാല്യൂസ് റിവേഴ്സ് ചെയ്യണം. അതിന് റിവേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട് പൈത്തണിൽ, അത് ഉപയോഗിക്കാതെ ഒരു ഫംഗ്ഷൻ എഴുതിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, റൈറ്റ് എ ഫംഗ്ഷൻ റിവേഴ്സ് എന്നുള്ള ഫംഗ്ഷൻ എഴുതുക. ആ ഫംഗ്ഷൻ ഇൻബിൽഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കാതെ റിവേഴ്സ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ എഴുതിയതിനു ശേഷം അത് ഉപയോഗിച്ചിട്ട് വേണം ആ ലിസ്റ്റ് റിവേഴ്സ് ചെയ്യാൻ. അതാണ് വിത്തൗട്ട് യൂസിങ് റിവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കാതെ നമ്മളായിട്ട് സ്വന്തമായിട്ടൊരു ഫംഗ്ഷൻ എഴുതി ഉണ്ടാക്കിയിട്ട് വേണം ചെയ്യാൻ. നോക്കാം, സോഴ്സ് കോഡ് നോക്കാം. ഇതാണ് പ്രോഗ്രാമിന്റെ കോഡ്. നമുക്ക് ഈ പ്രോഗ്രാം കോഡ് ഒന്ന് സേവ് ചെയ്തോ. സേവ് റിവേഴ്സ് py Python. ഓക്കെ, യെസ്, ഇതാണ് കോഡ്. കോഡ് നോക്കിയേ, നമ്പേഴ്സ് എന്ന് പറഞ്ഞ നമ്പർ കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് ഏതൊക്കെ 0 1 2 3 4 5 6 7 8 9 നമുക്ക് സുപരിചിതമായ നമ്പറാണ് അല്ലേ. ഏത് നമ്പറും കൊടുക്കാം, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കണ നമ്പർ കൊടുത്ത് ദെൻ ഒരു ഫംഗ്ഷൻ കൊടുത്തു REV. ഇവിടെ ABC എന്നോ PQR എന്തും കൊടുക്കാം. റിവേഴ്സ് ചെയ്യാനൊരു ഫംഗ്ഷൻ കൊടുത്തു REV. ദെൻ നമ്പേഴ്സ്, ഈ നമ്പേഴ്സ് ആണ്, ഈ നമ്പേഴ്സ് എല്ലാം ഇവിടെ കിട്ടി. റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ ഈ നമ്പർ എല്ലാം ഇവിടെ കിട്ടി, ഈ ഒരു ഭാഗത്ത് കിട്ടി. ദെൻ ലെങ്ത് നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു 1 സെറ്റ് കൊടുത്തു. ഫസ്റ്റത്തെ വാല്യൂ ഒക്കെ ഇട്ട് നമ്പർ സെറ്റ് ചെയ്തു. ദെൻ റിട്ടേൺ നമ്പേഴ്സ്. ഇപ്പൊ ഈ നമ്പർ സിംഗിൾ 1 ആണെങ്കിൽ, ഒരേ ഒരു എലിമെന്റ് മാത്രമേ ഉള്ളൂ ഇതിനുള്ളിലെങ്കിൽ, ഈ ലിസ്റ്റിനകത്ത് ഒരേ ഒരു എലിമെന്റ് മാത്രമേ ഉള്ളെങ്കിൽ അപ്പൊ നമ്മൾ ആ നമ്പർ എന്താണോ അത് റിട്ടേൺ ചെയ്യും. അതാണ് ഇവിടെ ഈക്വൽ ചെക്ക് ചെയ്ത് നോക്കി. ലെങ്ത് 1 ആണെങ്കിൽ അത് റിട്ടേൺ ചെയ്യും. ഇവിടെ ലെങ്ത് എത്രയാണ്? ഇവിടെ 10 ആണ് അല്ലെ. അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ ഒരു ഫംഗ്ഷൻ ഭാഗത്തേക്ക് എത്തില്ല, ഇവിടെ വരും. ഇവിടെ റിട്ടേൺ എന്താ റിട്ടേൺ ചെയ്യേണ്ടത്? REV റിവേഴ്സ് ഓഫ് നമ്പർ 1 കോളൻ, ഒന്നാമത്തെ കോളൻ. ഇവിടെ അപ്പർ ലിമിറ്റ് പറഞ്ഞിട്ടില്ല. അതേപോലെ പ്ലസ് ഇവിടെ നമ്പർ കൺകാറ്റനേഷൻ ഓപ്പറേഷൻ ആണ്, അതുപോലെ 0യും 1 ഫസ്റ്റ് ഇറ്ററേഷൻ. അത് റിട്ടേൺ ചെയ്യും. ആ റിട്ടേൺ ചെയ്താണ് വീണ്ടും ഇതൊരു ഫംഗ്ഷൻ ആണ് കേട്ടോ, REV. ഇത് ഫംഗ്ഷനകത്ത് വീണ്ടും ആ ഫംഗ്ഷൻ തന്നെ കോൾ ചെയ്യാണ്. അപ്പൊ നമ്മൾ എന്താ പറയാ, റിക്കേഴ്സീവ് ഫംഗ്ഷൻ അല്ലെ. ഫോർ ഫാക്ടറിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതേപോലെ ഒരു ഫംഗ്ഷൻ അതിന്റെ അകത്ത് തന്നെ കോൾ ചെയ്യുമ്പോൾ റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറയാറ്. അപ്പൊ വീണ്ടും ഈ ഫംഗ്ഷൻ അതിൽ തന്നെ വീണ്ടും കോൾ ചെയ്യും. ഈ ഫംഗ്ഷൻ അതിന്റെ വീണ്ടും കോൾ ചെയ്യും. 1 by 1 ആയിട്ട് കോൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ റിട്ടേൺ ചെയ്യേണ്ട വാല്യൂ എന്തായിരിക്കും? 9 ആണ് പ്രിന്റ് ചെയ്ത് കിട്ടുക. നെക്സ്റ്റ് വാല്യൂ വരുന്നത് 8 ആവും. 7 6 4 5 4 3 2 1 0 1 by 1 ആയിട്ട് തിരിച്ച് റിട്ടേൺ ചെയ്യും. അതാണ് ഇവിടെ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞത് REV നമ്പേഴ്സ്. നമ്പർ എന്ന് പറഞ്ഞ ഈ ഒരു അറേക്കകത്ത്, ഈ ഒരു ലിസ്റ്റിനകത്ത് ഇത് റിട്ടേൺ റിവേഴ്സ് ഓർഡറിലായിരിക്കും ഉണ്ടായിരിക്കുക. അത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് വാല്യൂസ് പ്രിന്റ് ചെയ്ത് കിട്ടും. അതിനാണ് വീണ്ടും ഇവിടെ REV എന്നാണ് കൊടുക്കുന്നത്. നോക്കാം, ഈ പ്രോഗ്രാമിന്റെ സോഴ്സ് കോഡ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ഇതെവിടെ സേവ് ചെയ്ത്, ആ സേവ് ചെയ്ത ലൊക്കേഷൻ ഓപ്പൺ ആക്കുക അല്ലെ. അതിനകത്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് വിത്ത് IDLE ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ സോഴ്സ് കോഡ്. നേരത്തെ കാണിക്കുന്ന സെയിം കോഡാണ്. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ റൺ മോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, 9 8 7 6 4 0 വരെ പ്രിന്റ് ചെയ്ത് കിട്ടി. നമുക്ക് ഈ വാല്യൂ വേണമെങ്കിൽ മാറ്റി നോക്കാം, ഏത് വാല്യൂ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ 15 ഓക്കെ, സേവ് ചെയ്തു. അതൊന്ന് റൺ ചെയ്ത് നോക്കാം. സേവ് ചെയ്യാം. ഓക്കെ, റൺ ചെയ്ത് കണ്ടോ, വാല്യൂ റിട്ടേൺ ചെയ്ത് 15 ആണ് ലാസ്റ്റ് വാല്യൂ വന്നത്. അതിന്റെ വാല്യൂ ആണ് ഫസ്റ്റ് വാല്യൂ 857 857 110 കറക്റ്റ് ആയിട്ട് ഫസ്റ്റ് വാല്യൂ 15 ലാസ്റ്റ് വന്നു. ഏത് വാല്യൂ കൊടുത്താൽ നമുക്ക് അതുപോലെ തിരിച്ചു കിട്ടും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ മാറ്റി നോക്കാം, തിരിച്ചു കൊടുക്കാം. ഇതാ 9 8 7 6 4 5 3 2 1 0. ഇനി നമ്മൾ സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കിയാലോ, സേവ് റണ്ണ് കണ്ടോ, 0 1 2 3 4 5 9 വരെ. അപ്പൊ ഏത് രൂപത്തിൽ നമ്മൾ കൊടുത്ത വാല്യൂ റിവേഴ്സിൽ വർക്ക് ചെയ്യും. റിക്കേഴ്സീവ് ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് പ്രോഗ്രാമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.